KCBCയുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ സ്റ്റേറ്റ് ആനിമേറ്റർ ആയിട്ടുള്ള ജെയ്സൺ അച്ഛനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അച്ഛാ, ഈ ഇപ്പോഴത്തെ കുട്ടികളിലേക്ക്, ഇപ്പോൾ ഒരു ജെൻസി കിഡ്സിലേക്കൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അവരിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്? എന്താണ് നമുക്ക് അതിനെടുക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ? എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യത എന്നൊക്കെ പറയുന്നത്? വിശ്വാസം വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലാണ് കുട്ടികൾ പോകുന്നത്. കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകം റീൽസും ഷോർട്സും ഒക്കെയാണ്. അവർ പുതിയ കാലത്തിൻ്റെ കുട്ടികളാണ്. ഒരുപക്ഷെ കരിസ്മാറ്റിക്കിനാണ് കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ ജീവനോട് കൂടിയിട്ട് കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, അനുഭവങ്ങളിലൂടെ, അറിവിലൂടെ ഞങ്ങൾ കൃത്യമായിട്ടും അങ്ങനെ ഒരു ടാർഗറ്റിലാണ് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. കുഞ്ഞുങ്ങളിപ്പം അറിവിൻ്റെ ലോകത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ആത്മീയതയെയും അറിവിനെയും വളരെ ക്രമാനുഗതമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തുന്ന പ്രോഗ്രാമുകൾ, അറിവുകൾ, അതിന് ചേരുന്ന ചേരുവകളുമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് ആട്ടും പാട്ടവും എല്ലാം ഉണ്ട്. ഈ വിഷ്വൽ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് വിഷ്വൽ മേഖല അധികം കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുത്താതെ പക്ഷേ ഇവിടെ റിയാലിറ്റിയിൽ ജീവിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ക്രിസ്ത്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ജൂബിലിയോട് ബന്ധപ്പെട്ട്, കരിസ്മാറ്റിക്കിൻ്റെ ജൂബിലിയോട് ബന്ധപ്പെട്ട് അടുത്ത കാലഘട്ടത്തിലേക്ക് ഇതിൻ്റെ ഒരു 75-ാം വർഷം ആഘോഷിക്കുമ്പം ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും മൈക്കുമായിട്ടൊക്കെ ആ സ്റ്റേജിനെ അലങ്കരിക്കേണ്ടത്. ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു ക്രിസ്ത്യൻ ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ ബുക്കുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആരും ആ ഒരു ബുക്ക് എടുത്ത് വായിക്കാനോ അങ്ങനെയുള്ളൊരു എഫേർട്ട്, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ മേഖലയിലാണ് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിലൂടെയാണോ ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്? നമ്മളെങ്ങനെയാണ് ഇപ്പോൾ പിള്ളേരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നൊരു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? നോർമലായിട്ട് നമ്മൾ വായന മരിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരും ഒരു പുസ്തകം പോലും വായിക്കില്ല. ചെറിയ റീൽസോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ വായിക്കാം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അവർക്ക് ക്യൂരിയോസിറ്റി ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാതാപിതാക്കളും അധ്യാപകരും സഭയും സമൂഹവും സംഘാതമായി ടാർഗറ്റ് ചെയ്യണം. ഒരു 10-18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അവർ വളരെ ഹൈപ്പറായിട്ടുള്ള ഹോർമോൺ ആക്ടിവിറ്റിയുള്ള കാലമാണ്. ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കാലമാണ്. ഈ വൈകാരിക ബുദ്ധിയുള്ള ഈ പ്രായത്തിൽ അതിൻ്റെ കൂടെ ആത്മീയത കൂടെ ചേർത്ത് വെച്ചാൽ അതിൽ എക്സ്ക്ലൂസീവായിട്ടല്ല, ഒരു 10-20-30% എങ്കിലും ആത്മീയത കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയാൽ ഈ ചെറുപ്പത്തിൽ കൊടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു ക്രൈസിസ് വരുമ്പം കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം അതുകൊണ്ട് എല്ലാത്തര സാധ്യതകളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അറിവ് പ്ലസ് ടെക്നോളജിയുടെ സാധ്യതകളെ. പുസ്തകം മരിച്ചിരിക്കുന്ന കാലത്ത് കുഞ്ഞുങ്ങളൊന്നും ചെയ്യില്ല, അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇനി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആദ്യ കുർബാന കഴിഞ്ഞ കുട്ടികൾ, ഒരുപക്ഷെ ഒരു കൊല്ലമെങ്കിലും ആ കുഞ്ഞുങ്ങളെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ, എല്ലാ മാസവും കുമ്പസാരിപ്പിക്കാൻ, എല്ലാ മാസവും അവർക്ക് ഈ ആത്മീയ കാര്യങ്ങളെ ഒന്ന് റിവൈവ് ചെയ്യാൻ തക്ക വിധം പശ്ചാത്തലം ഒരുക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക എന്നതൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായും ചെയ്യുന്നത്.